ഹായ് ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷമാണ്. എല്ലാവരും ചന്തുമോളുടെ പിതൃത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആദർശിനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അതേസമയം മുത്തച്ഛനും മുത്തശ്ശിക്കും നയനിക്കും ദേവയാനിക്കും ഒക്കെ അറിയാമെങ്കിലും എന്നാലും ആദർശിൻ്റെ ആ ഒരു നിരപരാധിത്വം ഗോവിന്ദനും കനകയും അറിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ ആദർശിനെ നല്ല രീതിയിൽ കുറ്റപ്പെടുത്തുകയാണ്. അപ്പം നമ്മുടെ ദേവയാനി തന്നെ പറയുന്നുണ്ട്, എന്തായാലും നയനിമോളെ നിൻ്റെ അച്ഛനും അമ്മയും സത്യം അറിയട്ടെ എന്ന് പറയാണ്. അബിയാണ് തെറ്റുകാരൻ എന്നറിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി ടെൻഷനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സത്യങ്ങളെല്ലാം അറിയിക്കാമെന്നും പറഞ്ഞിട്ട് ദേവയാനി തന്നെ കനകയും ഗോവിന്ദനെയും സത്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്തുമോളെ ആദർശും നയനിയും സ്നേഹിക്കുന്ന കാണുമ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്ക് നല്ല ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. ആദർശും നയനിയും ചന്തുമോളുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ചന്തുമോളുടെ പിറന്നാൾ ദിവസം തന്നെ രാവിലെ ചന്തുമോളുമായിട്ട് ആദർശും നയനിയും പുറത്തു പോവാണ്, ക്ഷേത്രത്തിലൊക്കെ പോവാണ് കേട്ടോ. ആ സമയം നമ്മുടെ നവ്യയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ കുശുമ്പ് വരികയാണ്. നവ്യ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ ആരുമില്ല, എൻ്റെ കുഞ്ഞിനെ ഒന്ന് വിളിക്കാനും ഒന്നും നയനയ്ക്ക് പോലും നേരെയില്ല. ഇപ്പം എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ആ ചന്തുമോള്, അവക്കാണ് ഈ വീട്ടിൽ എല്ലാ സ്ഥാനവും. അവളെയും കൊണ്ട് ആദർശം നയനയും പുറത്തു പോയിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെയല്ലേ നയനെ കൊണ്ടുപോയിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെയാണെങ്കിൽ അവൾക്കൊന്ന് താലോലിക്കാൻ പോലും നേരെയില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നവ്യ അബി വരുമ്പോൾ അബിയോട് പറയാണ്, അബി എനിക്കിപ്പോൾ തന്നെ പുറത്ത് പോകണമെന്ന് പറയാം. അപ്പം അബി ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ഇപ്പോൾ പുറത്ത് പോകുന്നത്? നിന്നെ ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോയതാണല്ലോ. പ്രസവത്തിന് മുമ്പ് നമ്മൾ എല്ലായിടത്തും പോയതൊക്കെയല്ലേ നിൻ്റെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച്. ഇനിയിപ്പോൾ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, അല്ല നമ്മുടെ കുഞ്ഞുമായിട്ട് നമുക്ക് പുറത്ത് പോകണമെന്ന് പറയാം. അപ്പോൾ അബി പറയാ, ഈ കുഞ്ഞുമായിട്ട് എന്ത് പുറത്ത് പോകാനാ, ഈ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഈ വെയിലത്ത് നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാം, അല്ല എനിക്കിപ്പോൾ തന്നെ പോകണം, നമ്മുടെ കുഞ്ഞുമായിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ പുറത്ത് പോകണമെന്ന് പറയാണ്. അങ്ങനെ നവ്യയെ കൂട്ടിക്കൊണ്ട് നവ്യയുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി അബി നവ്യയും കുഞ്ഞിനെയായിട്ട് പുറത്ത് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോഴാണ് ആദർശും നയനയും ചന്തുമോളുമായിട്ട് പുറത്ത് പോയിട്ട് കുറേ കളിപ്പാട്ടങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത് കാണുക. അപ്പോൾ ഇവർ ഇറങ്ങുകയാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, നവ്യേച്ചി എവിടെ പോവോ കുഞ്ഞിനെയും കൊണ്ട് എന്ന് ചോദിക്കുമ്പം നവ്യ പറയാണ്, എന്താ നിങ്ങൾക്ക് മാത്രമേ പോകാവുള്ളൂ പുറത്ത്, നിങ്ങൾ രണ്ടുപേരും ചന്തുമോളെയും കൊണ്ട് കറങ്ങാനൊക്കെ പോയില്ലേ, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അതിൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ ആരും ഇല്ലല്ലോ. ഞാനും അഭിയും മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങളല്ലേ ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് പോകേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോവാന്ന് പറയാം. അപ്പം നയന പറയാ, എന്താ ചേച്ചി ഈ പറയുന്നത്? ഇത്രയും ഒരു പൊടിക്കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോവോ ഈ വെയിലും പൊടിയൊക്കെ അടിച്ച്? എന്തിന്? ആ കുഞ്ഞിന് എന്തറിയാം? അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ. പാർക്കിലും ബീച്ചിലും ഒന്നും കൊണ്ടുപോകാനുള്ള പ്രായമായിട്ടില്ലല്ലോ കുഞ്ഞിനെ. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ വാശി വെച്ച് പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നവ്യ അബിയോട് പറയുന്നുണ്ട്, എന്ത് വാശി വെച്ചാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കുഞ്ഞുമായിട്ട് പോകണമെന്ന് പറഞ്ഞ് അവർ പോവാണ് കേട്ടോ. അതേസമയം നയനയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിട്ട് ദേവയാനിയോട് വന്ന് പറയുന്നുണ്ട്, അമ്മേ നവ്യേച്ചി ഇപ്പം പഴയതുപോലൊന്നും അല്ല, ഭയങ്കര മാറ്റമാണ്. നവ്യേച്ചിക്കാണെങ്കിൽ ഇപ്പം 2 കുഞ്ഞുങ്ങളോട് നല്ല വേർതിരിവുണ്ട്. നവ്യേച്ചിയുടെ കുഞ്ഞിനെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നു. അതോ നമ്മൾ ചന്തുമോളെ സ്നേഹിക്കുന്ന കണ്ടിട്ടുള്ള ദേഷ്യമാണോ എന്നറിയില്ല എന്ന് പറയാം. അപ്പം ദേവയാനി പറയാണ്, അതെ ആദർശിനോടും വളരെ മോശമായിട്ടാണ് നവ്യ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ആദർശിനെ കുറ്റപ്പെടുത്തുകയും മോശമായ രീതിയിലൊക്കെ സംസാരിക്കുകയും ചെയ്യാണ്. ആദർശിൻ്റെ മനസ്സിനും അത് വിഷമമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നവ്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നവ്യ ഇങ്ങനെ പെരുമാറുന്നത്. ഞാനും അന്ന് ആദർശിനോട് ഇത്രയൊക്കെ ദേഷ്യപ്പെട്ട് പെരുമാറിക്കൊണ്ടിരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. നിന്നെ ആദർശ് ചതിച്ചല്ലോ എന്നോർത്തപ്പം എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവനോട് അന്ന് അത്രയും മോശമായിട്ടൊക്കെ പെരുമാറിയത്. അതേ ഒരു മാനസിക അവസ്ഥയിൽ കൂടി തന്നെയാണ് നവ്യ പോകുന്നത്. ആദർശ് നിന്നെ ചതിച്ചല്ലോന്നും എന്നിട്ട് ആദർശിന് വേറെ രീതിയിലുണ്ടായൊരു കുഞ്ഞിനെ നീ സ്വന്തം കുഞ്ഞായിട്ട് കൊണ്ടു നടക്കുന്ന കാണുമ്പോൾ ദേഷ്യമാണ് അവനെന്ന് പറയാണ്. അപ്പോൾ ഉടനെ നയന പറയാണ്, സത്യമൊക്കെ ചേച്ചി അറിയാണേ, അപ്പം അബിയോടുള്ള ഭാവത്തിലൊക്കെ എന്ത് മാറ്റം വരുമായിരിക്കും എന്ന് പറയാം. അപ്പോൾ ദേവയാനിയും പറയാണ്, അതെ പാവം നവ്യ സത്യമൊന്നും അറിയാതെയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അബി നല്ലവനാണെന്ന് വിചാരിച്ചാൽ ഇപ്പം നവ്യ മുന്നോട്ട് പോകുന്നത്. അബിയെ നവ്യയ്ക്ക് നല്ല വിശ്വാസമാണ്. അതേസമയം അബിയാണ് ഇനി കുറ്റക്കാരനെന്ന് അറിഞ്ഞു കഴിയുമ്പം, അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് അറിഞ്ഞു കഴിയുമ്പം ഇപ്പം ആദർശിനോടുള്ളതിൻ്റെ 4 ഇരട്ടി ദേഷ്യം അവനോടുണ്ടാവും.
നവ്യ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് ദേവയാനി പറയാണ്. എന്നിട്ട് ദേവയാനി തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇപ്പോൾ ഉടനെയൊന്നും ഈ വിവരം പുറത്ത് പറയണ്ടെന്നുള്ളത്. അല്ല പിന്നെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടെങ്കിലും കിട്ടിയപ്പം അത് നമുക്ക് എല്ലാവരെയും അറിയിക്കായിരുന്നു എന്ന് പറയാം. അപ്പം നയനയും പറയാ, ശരിയാ ചേച്ചി ഒരു എടുത്തുചാട്ടക്കാരിയാണ്. ഇങ്ങനെ ഒരു വിവരം അഭിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചേച്ചി ചെയ്തു കൂട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. അതും ഇപ്പോൾ ഒരു പൊടിക്കുഞ്ഞ് കൂടെയില്ലേ. അതുകൊണ്ടൊക്കെയാണ് ഞാനും ആദർശേട്ടനോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് കുറ്റബോധം ഉണ്ട് അമ്മയെന്ന് പറയാണ്. ആദർശേട്ടനെ ഇങ്ങനെ ചേച്ചി പഴിക്കുന്ന കേൾക്കുമ്പം എനിക്ക് ചില സമയമൊക്കെ എല്ലാം തുറന്ന് പറഞ്ഞാലോ എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള 2-3 പേരും ആദർശേട്ടനെ വളരെ മോശമായിട്ടാണ് പറയുന്നത്. അപ്പച്ചിയൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അപ്പച്ചിയുടെ മകനാണ് കുറ്റക്കാരൻ. എന്നാലും ആദർശേട്ടനെ പറയാവുന്നിടത്തെല്ലാം തരം താഴ്ത്തി തന്നെയാണ് സംസാരിക്കുന്നത്. അനാമികയാണെങ്കിൽ വെല്ലുവിളിക്കാണ്, ആദർശിനെ കണ്ടുപഠിക്കെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പം ആദർശധീരൻ എങ്ങനെയുണ്ടെന്നൊക്കെ അനാമിക എന്നോട് ചോദിക്കുന്നത്. എനിക്കപ്പോൾ പലപ്പോഴും മറുപടി പറയാൻ വരും. എന്നാലും ആദർശേട്ടൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അവരുടെ എല്ലാം മുമ്പിൽ ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ മോശക്കാരി ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ആദർശേട്ടനെ തള്ളിപ്പറയാനോ ചന്തുമോളെ തള്ളിപ്പറയാനോ ഒന്നും എനിക്ക് പറ്റില്ല എന്ന് നയന പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ നിൻ്റെ അമ്മയും അച്ഛനും ഈ സത്യം അറിയണമെന്നുള്ളതാ എൻ്റെ തീരുമാനം എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, വേണ്ട, അങ്ങനെ ഒരു സത്യം അമ്മയും അച്ഛനും അറിഞ്ഞു കഴിഞ്ഞാൽ അതും അവർക്ക് വിഷമാവും. കാരണം അഭിയും അവരുടെ മരുമകൻ തന്നെയല്ലേ. നവ്യേച്ചിയുടെ ജീവിതം കുട്ടിച്ചോറായല്ലോ എന്ന് ഓർക്കുമ്പം അതിലും വിഷമാവില്ലേ അവർക്കെന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയണ, അല്ല, കനകയുടെ മുഖത്ത് കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു പുച്ഛഭാവം ഉണ്ടല്ലോ, അത് അവരുടെ മനസ്സിൻ്റെ വിഷമമാണ്. നവ്യയുടെ ഭർത്താവ് അഭി അങ്ങനെയൊക്കെ ആയാലും അവർക്ക് ആദർശം അങ്ങനെ ആവുന്ന അത്രയും വിഷമമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം. എന്നിട്ട് ദേവയാനി പറയാണ്, കാരണം അവർക്കറിയാം നവ്യ ഒരു എടുത്തുചാട്ടക്കാരി തന്നെയായിരുന്നു. അവൾക്ക് പറ്റിയ ഒരു ഭർത്താവിനെ തന്നെയാണ് അവൾക്ക് കിട്ടിയത്, അഭി. അതുകൊണ്ട് തന്നെ അവരും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു. അഭിയിൽ നിന്ന് അവർ ഒരുപാടൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അഭി നവ്യയെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്ക് സന്തോഷമുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആദർശമായിരുന്നു അവർക്കെല്ലാം. ആദർശിനെ അവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അതുപോലെ നിന്നെപ്പോലെ ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായല്ലോ എന്നോർത്ത് അവർ സന്തോഷിച്ചിരുന്നതാ. അപ്പം നിന്നെ ആദർശിച്ച് ചതിച്ചെന്നറിയുമ്പം നിൻ്റെ അച്ഛനും അമ്മയും പൊറുക്കില്ല. കനക ഓരോ നിമിഷവും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ആദർശിന് ദോഷം വരാനേ ഇടയാവുള്ളൂ എന്ന് പറയാം. അപ്പോഴേക്കും നയന പറയാം, ഇല്ല അമ്മ ഒരിക്കലും അങ്ങനെയൊന്നും പ്രാർത്ഥിക്കില്ല. ആദർശേട്ടൻ ഇപ്പോഴും അവരുടെ പ്രിയപ്പെട്ട മരുമകൻ തന്നെയാണ് എന്ന് പറയുമ്പം ദേവയാനി പറയാണ്, അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആദർശ് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പം. നവ്യയ്ക്ക് ചിലപ്പം ഇങ്ങനൊരു ജീവിതം ഉണ്ടായാലും അവർക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ല മോളെ. നിന്നെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയായിരിക്കും ഗോവിന്ദനും കനകയും നീറി കഴിയുന്നതെന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, സാരില്ല, അവരെന്തായാലും അറിയേണ്ട സമയത്ത് അറിഞ്ഞാൽ മതി, ഇപ്പോഴൊന്നും പറയാൻ പോവണ്ട. അങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞാലും അത് നവ്യേച്ചി അറിയുകയും അഭിയെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യില്ലേ അവർ. അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറയാണ്. അതേസമയം നമ്മുടെ കനക വിളിക്കുകയാണ് കേട്ടോ നയനയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നയനെ മോളെ നീ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, അല്ല ഞങ്ങളിവിടെ ചന്തുമോളുമാക്കിയായിട്ടൊന്ന് പുറത്ത് പോയിട്ട് വന്നതാ അമ്മയെന്ന് പറയുക. അപ്പോൾ ഉടനെ കനക ചോദിക്കുക, എന്താ മോളെ ചന്തുമോളുമായിട്ട് ഈ പുറത്ത് പോകുന്ന എന്തിനാ? അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുകയാണ് നയന, എന്താ നവ്യേച്ചി വിളിച്ചോന്ന് ചോദിക്കുക. ആ നവ്യെ വിളിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എപ്പോഴും ചന്തുമോളുമായിട്ട് പുറത്ത് പോകാനേ സമയമുള്ളെന്നാണ് അവൾ പറയുന്നത്. അവളുടെ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കാൻ നിനക്ക് നേരെയില്ലെന്നാണ് പറയുന്നതെന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ തന്നെ കനക അങ്ങനെ പറയുമ്പം നയന പറയാം, അതൊക്കെ ചേച്ചിയുടെ തോന്നലാ. ചന്തുമോളെ ഞാൻ സ്നേഹിക്കുന്ന കണ്ടിട്ടുള്ള ദേഷ്യം കൊണ്ട് ചേച്ചി അങ്ങനെ പറയുന്നതാന്ന് പറയാണ്. അപ്പോൾ കനക പറയാം, അതിലെന്താ തെറ്റ്? എനിക്കും ദേഷ്യമാണ്. എനിക്കും നീ ചന്തുമോളെ സ്നേഹിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. ആദർശിന് നിന്നേക്കാൾ മുമ്പുണ്ടായ ഒരു ബന്ധത്തിലുള്ള കുട്ടിയല്ലേ അത്. അതിനെ ഇത്രയധികം നീ സ്നേഹിക്കാൻ എന്തിരിക്കുന്നു? അനന്തപുരി കഴിയുകയാണെങ്കിൽ അത് കഴിയട്ടെ. പക്ഷേ എന്തിനാ നീ ഇപ്പോഴും അതിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്? അപ്പം നയന പറയും, അതൊരു പിഞ്ചു കുഞ്ഞല്ലേ അമ്മേ, അതിനെ എങ്ങനെയാണ് നമ്മൾ വിഷമിപ്പിക്കുന്നത്? അതിനും ആഗ്രഹങ്ങൾ കാണില്ലേ? അതിൻ്റെ അമ്മയുടെ അവസ്ഥ അമ്മയൊന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ കനക പറയാണ്, എനിക്ക് അതിൻ്റെ അമ്മയും കാണണ്ട, അച്ഛനെയും കാണണ്ട, ആരെയും കാണണ്ട. എന്തായാലും പൂച്ച പോലെ ഇരുന്ന ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പം ആദർശ് എന്ന് കേൾക്കുമ്പം തന്നെ എനിക്ക് ദേഷ്യ. ഇവിടെ ഇപ്പം ഗോവിന്ദേട്ടനും അങ്ങനെ തന്നെയാണ്.
നിന്നെപ്പോലെ ഒരു പാവം പെൺകുട്ടിയെ അവൻ വഞ്ചിക്കല്ലായിരുന്നോ? ആദ്യമൊക്കെ എന്തായിരുന്നു ബഹളം? നിനക്കായിരുന്നല്ലോ കുറ്റം മുഴുവൻ. അവനെല്ലാം തികഞ്ഞവനെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ എന്തായി കളി? നിന്നെപ്പോലെ ഒരു പാവം പെണ്ണായതുകൊണ്ടല്ലേ ഇപ്പോഴും അവനെ താങ്ങി അവൻ്റെ കൊച്ചിനെയും നോക്കി നടക്കുന്നത്? എനിക്ക് നിന്നോടൊന്നും പറയാനില്ല നയനയെന്ന് പറയാണ്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്ക് അങ്ങ് ഒരു വിഷമമൊക്കെ ആവുക കേട്ടോ. നയന ആകപ്പാടെ വിഷമിച്ചിട്ട് റൂമിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട്. ആദർശ് ചോദിക്കുക, ഇന്ന് എന്ത് പറ്റി, താൻ ഭക്ഷണമൊന്നും കഴിക്കാൻ താഴേക്ക് വന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ നയന പറയാണ്, ആദർശേട്ടാ എനിക്ക് ശരിക്കും നല്ല വിഷമം തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുക, അതെന്താ ഇപ്പം പ്രത്യേകിച്ചൊരു വിഷമം? ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നീ അതിനെയൊക്കെ തരണം ചെയ്തില്ലേ, ഇപ്പം എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുക. അപ്പോൾ നയന പറയാണ്, അത് ആദർശേട്ടനെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. അപ്പം പറയുന്നുണ്ട്, ഇതൊക്കെ നിനക്ക് അറിയാമായിരുന്നല്ലോ. ഞാൻ അന്ന് ഈ വിവരം ചന്തുമോളെ കൂട്ടി മുത്തശ്ശൻ ഇവിടെ വന്നപ്പോൾ തന്നെ നീ ഉൾപ്പെടെ എല്ലാവരും വിചാരിച്ചത് എൻ്റെ കുഞ്ഞാണെന്ന് തന്നെയല്ലേ? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തല്ലോ. അന്നൊക്കെ അമ്മ പെരുമാറിയത് എങ്ങനെയാണെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ ഇപ്പം എന്താ പ്രത്യേകിച്ച്? സത്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞു, മുത്തശ്ശൻ അറിഞ്ഞു, മുത്തശ്ശി അറിഞ്ഞു, അച്ഛനും ചെറിയച്ഛനും ഒക്കെ അറിഞ്ഞില്ലേ? പിന്നെ അറിയാത്ത കുറച്ച് പേര്, അവരങ്ങനെ അങ്ങ് പോട്ടെ. പിന്നെ അബിക്ക് നന്നായിട്ടറിയാം എൻ്റെ കുഞ്ഞല്ലെന്ന്. പക്ഷെ അവൻ എൻ്റെ മുമ്പിൽ അഭിനയിച്ച് തകർക്കാണ്. അവൻ്റെ അഭിനയം എവിടം വരെ പോകുമെന്ന് എനിക്ക് നോക്കണം. അതിനുശേഷം വേണം സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ എന്നിങ്ങനെ പറയാണ് ആദർശ്. അപ്പം വീണ്ടും ചോദിക്കുകയാണ്, എന്താ നയനെ, നിനക്ക് വീണ്ടും എന്നെ സംശയമുണ്ടോ? നീ ഇങ്ങനെ വല്ലാതെയൊക്കെ ഇരിക്കുന്നു. എന്താ ആദർശേട്ടനെ എനിക്ക് ആദ്യം മുതലേ വിശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്കൊരു വിശ്വാസക്കുറവുമില്ല. അന്ന് മുത്തശ്ശൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് കയറിയപ്പോഴേ എനിക്കറിയായിരുന്നു ആദർശേട്ടനോട് തെറ്റും ചെയ്തിട്ടില്ലെന്ന്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ ഒരുപാട് സമയം ആരിൽ നിന്നും അത് മറച്ചു വെക്കാനൊന്നും പറ്റില്ല. ഇത്രയും നല്ല അഭിനയൊന്നും കാഴ്ചവെക്കാനും പറ്റില്ല. പക്ഷേ ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി കിട്ടിയപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഇനി ആദർശേട്ടനെ സംശയിക്കുന്നത്? അത്രയ്ക്ക് മണ്ടിയാണോ ഞാൻ എന്ന് പറയാണ്. ഇനിയിപ്പോൾ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമോളെങ്കിൽ പോലും ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയാണ്. ഒരു തെറ്റ് പറ്റാത്ത മനുഷ്യരാരും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുക നയന. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ ഇപ്പം പിന്നെ എന്തിനാ ഇപ്പം ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഇവിടെ എല്ലാവരും നാഴികയ്ക്ക് 40 വട്ടവും എന്നെയും ആദർശേട്ടനെയൊക്കെ കുത്തി പറയാണ്. അപ്പച്ചി എന്തെല്ലാമാ പറയുന്നതെന്നറിയോ? അനാമികയാണെങ്കിലും നല്ല രീതിയിൽ പറയുന്നുണ്ട്. അവളുടെ വീട്ടിൽ വിളിച്ചൊക്കെ ആദർശനെ കുറ്റം പറയുന്ന കേൾക്കണം എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അവളെയൊക്കെ ആര് മനസ്സിലാക്കുന്നു? അനാമിക ആരാണെന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ അനിയുടെ ജീവിതം ഇങ്ങനായി പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അനാമിക അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. അവൾ എന്നും അണിഞ്ഞൊരുങ്ങിയൊക്കെ പോകുന്ന ആരുടെ കൂടിയാ? അവൾക്ക് വഴിവിട്ട പല ബന്ധങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള അവൾ എന്നെ ചോദ്യം ചെയ്യാൻ വരേണ്ട കാര്യമൊന്നുമില്ല. അവളെ വായടപ്പിക്കാൻ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പിന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അപ്പച്ചിയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഇങ്ങനൊരു പ്രശ്നം ഇല്ലെങ്കിലും നമ്മളെ എല്ലാം കുറ്റപ്പെടുത്താൻ മാത്രമല്ലേ ആ നാക്ക് പൊങ്ങുള്ളൂ. അബിയെ സ്നേഹിച്ച് കൂടെ നിർത്തട്ടെ. സ്വന്തം മകൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് എന്നെങ്കിലും അവരറിയും. അപ്പോൾ അവരുടെ ഈ പെരുമാറ്റവും ആ മുഖത്തെ ജാളിതയൊക്കെ നമുക്ക് കണ്ട് ചിരിക്കാമല്ലോ. നീ ഇതൊക്കെ വിട് എന്ന് പറയാം. അപ്പം നയന പറയാണ്, അതൊക്കെ സമ്മതിച്ച ആദർശേട്ടാ, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ആദർശേട്ടനെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് നന്നായിട്ട് വിഷമം തോന്നുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടൻ അവരുടെ മുമ്പിൽ തെറ്റുകാരനാണ്. എന്നാൽ ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറക്കെ വിളിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതിനും പറ്റുന്നില്ലല്ലോ. നവ്യേച്ചിയുടെ ജീവിതം ഓർക്കുമ്പം നവ്യേച്ചിയെക്കുറിച്ച് അവർ ഓർക്കുമ്പം അവർക്ക് വിഷമാവുമല്ലോ എന്ന് ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ ഞാൻ അവരോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞേനെ. ഇതിപ്പം അവർ കൂടി ആദർശേട്ടനെ ചെറുതാക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആദർശേട്ടൻ. എന്നിട്ടും ഇപ്പോൾ ഈ ഒരു തെറ്റിൻ്റെ പേരിൽ അവരെല്ലാം കുറ്റപ്പെടുത്തുകയാണെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതങ്ങനെയാണ്. നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും പിന്നെ എന്തെങ്കിലും ഒരു തെറ്റോ ഒരു വീഴ്ചയൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പം മനുഷ്യർ അതായിരിക്കും കൂടുതൽ എടുത്ത് പറയുക. അല്ലെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയല്ലേ, നിന്നെ വഞ്ചിച്ചെന്നുള്ളത് അവർക്ക് നോക്കുമ്പം തെറ്റല്ലേ, നിന്നെപ്പോലെ ഒരു പാവം പെൺകുട്ടിയെ വഞ്ചിച്ചവനല്ലേ ഞാൻ എന്നൊക്കെ ചോദിക്കുമ്പം ആദർശേട്ടൻ ഇനിയും ഇങ്ങനെയുള്ള സംസാരം നിർത്തണം. ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ഞാൻ അച്ഛനും അമ്മയോടും സത്യം തുറന്ന് പറയാൻ പോവാണെന്ന് പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, വേണ്ട നയനെ, നീ ഇത്രയും നാളും ഇത് പിടിച്ച് നിന്നില്ലേ, ഇനിയിപ്പം ഇത് തുറന്ന് പറഞ്ഞാലും അവർക്ക് നവ്യയുടെ കാര്യം ഓർക്കുമ്പോൾ വീണ്ടും വിഷമാവില്ലേ എന്ന് പറയണം. അതിനിയിപ്പോൾ എന്ത് വിഷമമായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഞാനിത് വിളിച്ച് പറയുമെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഒന്നുകൂടി നീ ആലോചിച്ചിട്ട്, അല്ല ഞാൻ അടുത്ത ദിവസം തന്നെ അമ്മയുമായിട്ട് ആലോചിച്ചിട്ട് ഈ സത്യങ്ങൾ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറയും.
അമ്മ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ വിവരങ്ങൾ അവരെ അറിയിക്കണമെന്ന്, ഇല്ലെങ്കിൽ അവർ ആദർശിനെ മോശക്കാരനായി ചിന്തിക്കുകയും അവരുടെ മനസ്സിൽ നയനെക്കുറിച്ചിട്ടുള്ള ടെൻഷൻ കൂടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുത്ത ദിവസം തന്നെ പോയി അവിടെ ഈ സത്യങ്ങൾ പറയാൻ പോവാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്തായാലും അബിയാണ് ഇതിൻ്റെ അത് ചതി ചെയ്തിരിക്കുന്ന ആള്. അബിയുടെ ഈ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം. തെറ്റ് ചെയ്തവർ എന്നായാലും ശിക്ഷ അനുഭവിക്കണം. അതിന് അബി അത് അനുഭവിക്കേണ്ടെന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ അവനെ വെറുതെ വിടാനും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അബിയെ പൂട്ടുമ്പം അത് ശരിക്കും പൂട്ടണം, അല്ലെങ്കിൽ അവൻ വഴുതിപ്പോവും. അങ്ങനെയുള്ളവനവൻ. ഇപ്പോൾ ഈ വിവരം പറഞ്ഞ ചന്തുമോളെ അപായപ്പെടുത്താനും അതുപോലെ ആ അനഘയെ കൊന്നുകളയാനും ഒന്നും അവൻ മടിക്കുകയില്ല. ഇപ്പോഴും അവൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അനഘ സംസാരിക്കാൻ തുടങ്ങുമോ, അനഘയ്ക്ക് ചലനശേഷി ലഭിക്കുമോ, എന്തെങ്കിലും പുരോഗതി ചികിത്സയിലുണ്ടാകുമോ ഒക്കെ ചെയ്ത അറിയിക്കാനായിട്ട് അവൻ്റെ ചിങ്കിടികളെ അവൻ അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അവർ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ ജോലിക്കാരിൽ നിന്ന് അവർ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. എന്തിനായിരിക്കും അത്? അനഘ എങ്ങാനും സംസാരിക്കാൻ തുടങ്ങിയാൽ അവളെ തീർക്കാനായിരിക്കും. കാരണം ഇല്ലെങ്കിൽ അവൻ്റെ കളത്തരം പൊളിയല്ലേ. ഇതെല്ലാം നമ്മളെല്ലാം അറിഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യം അവൻ അറിയുന്നില്ലല്ലോ. അവൻ്റെ നാടകം എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേക്കും ആദർശ് ഉടനെ ഓഫീസിലൊക്കെ പോകാൻ ഇറങ്ങാം. അപ്പം നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ല എന്ന് പറയാം. അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്താ ഇന്ന് ഓഫീസിൽ വരാത്ത, എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്ന് ചോദിക്കുക. പറയുന്നുണ്ട്, വയ്യായികയൊന്നുമല്ല, എനിക്ക് വീട് വരെ ഒന്ന് പോകണം. ഈ സത്യങ്ങൾ മുഴുവൻ അവരെ അറിയിക്കണം. അവർ ഈ സത്യങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല. അവരുടെ വാക്കുകളിൽ നിന്ന് ആദർശേട്ടനെ കുറ്റപ്പെടുന്നത് എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ ദേവയാനിയായിട്ട് സംസാരിക്കുക നയന. എന്നിട്ട് നയന പറയുന്നുണ്ട്, അമ്മ കൂടി വരണം. നമുക്ക് ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കൊണ്ടുപോയി എൻ്റെ അച്ഛനെയും അമ്മയും കാണിക്കണം. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. ഇന്നലെ അമ്മ പറഞ്ഞത് നേരാണ്. അവർ ആദർശേട്ടനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവരോരോ വാക്കും എന്നോട് പറയുമ്പം എനിക്ക് വളരെയധികം മോശമായിട്ട് തോന്നുകയാണ്. ആദർശേട്ടനെ ഇത്രയധികം താഴ്ത്തി പറഞ്ഞിട്ട് എന്ത് സന്തോഷം കിട്ടാനാ? അതുകൊണ്ട് നമുക്ക് 2 പേർക്കും കൂടി നന്ദാവനത്തിലേക്ക് ഒന്ന് പോയി അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയാം. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, ശരിയാ, ഞാൻ അറിഞ്ഞല്ലോ സത്യങ്ങൾ അറിയാതിരിക്കുമ്പം നമ്മൾ കുറ്റപ്പെടുത്തി പോവും മോളെ. ഞാനും ആദർശിനെ ഒരുപാട് കുറ്റപ്പെടുത്തിയതല്ലേ. ഇപ്പോൾ സത്യങ്ങൾ അറിഞ്ഞപ്പം എൻ്റെ മനസ്സിനുണ്ടായ സമാധാനം എന്താണെന്നറിയോ? അതുപോലെ ആയിരിക്കും അവരുടെ മനസ്സിനും. അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ ദേവയാനിയും നയനയും കൂടി DNA ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ എടുത്തിട്ട് നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പം നന്ദാവനത്തിൽ ഇവർ ചെന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കനകയും ഗോവിന്ദനും അവിടെയുണ്ട്. അപ്പോൾ ഇവരെ കാണുമ്പം ദേവയാനിയൊന്നും കാണുമ്പം കനകയ്ക്ക് വലിയൊരു ഇതൊന്നുമില്ല, ഒരു ദേഷ്യ ഭാവമാണ് നയനയെ കാണുമ്പോഴും ഒക്കെ. അപ്പം ദേവയാനിയും നയനയും വരുന്നുണ്ട്. ഗോവിന്ദൻ പറയുന്നത്, വാ ആദർശമോൻ്റെ അമ്മ, എന്താ ഇപ്പം ഇങ്ങോട്ട് നിങ്ങൾ 2 പേരും കൂടെ ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കനക പറയാണ്, ഒരു കാര്യമില്ലാതെ ഇവർ വരില്ല. ചന്തുമോളുടെ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും. ഇപ്പം അവിടെ ആ കൊച്ചുകളുണ്ട്. നയനയ്ക്ക് മര്യാദയ്ക്കൊന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പോലും നേരെയില്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, എന്താ അമ്മ ഈ പറയുന്നത്? അതൊരു ചെറിയ കുട്ടിയല്ലേ. നിങ്ങളൊക്കെ അതിനോട് ഇത്രയധികം ദേഷ്യം വച്ച് പുലർത്താൻ എന്താ? അമ്മയും അച്ഛനും ഒന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറയാണ്. അപ്പോൾ കനക പറയാണ്, ഇങ്ങനൊന്നും അല്ലായിരുന്നു, പക്ഷേ ജീവിതാനുഭവങ്ങളാണ് ഇങ്ങനെ ആക്കിയത്. നവ്യ വിളിച്ച് പറഞ്ഞു, നിങ്ങളെപ്പോഴും ആ കുഞ്ഞിനെയാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ എല്ലാവരും തന്നെ നവ്യയുടെ കുഞ്ഞിനെ ഒഴിവാക്കിയ മട്ടാണെന്നൊക്കെ. അനന്തപുരിയിലെ യഥാർത്ഥ അവകാശി നവ്യയുടെ കുഞ്ഞല്ലേ, അല്ലാതെ എവിടുന്നോ വന്ന ചന്തുമോളല്ലല്ലോ. ആദർശൻ അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നിന്റെ ജീവിതം കൂടിയല്ലേ മോളെ തകർന്നു പോകുന്നത്. അമ്മ എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, നിൻ്റെയും ആദർശിൻ്റെയും കൂടി ഒരു കുഞ്ഞിനെ കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനെ താലോലിച്ച് നിങ്ങൾ കൊണ്ടു നടക്കുന്ന കാണാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പം ചന്തുമോളെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ലെന്ന് കനക പറയാം. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അവരോട് കയറിയിരിക്കാൻ പറ കനകയെന്ന് പറയുക. അങ്ങനെ ദേവയാനിയും നയനയും കയറി വരിക. അപ്പം നയന പറയുന്നുണ്ട്, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ആദർശേട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും, പക്ഷേ ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാം. അപ്പോൾ കനക പറയുന്നുണ്ട്, അതിനി ഇവിടെ വന്ന് നീ പറഞ്ഞിട്ട് വേണോ ഞങ്ങൾ ബോധ്യപ്പെടാൻ? അതിനായിരിക്കും വന്നത് അല്ലേന്ന് ചോദിക്കുക. എന്തെങ്കിലും തെളിവുണ്ടോ? പിന്നെ ആദർശിൻ്റെ കുഞ്ഞല്ലെങ്കിൽ എന്തിനാ ആ കൊച്ചിനെ എവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് അനന്തപുരിയിലെ മൂർത്തിമുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ ഒരാളുടെ കുട്ടിയാണെന്നേ ഉള്ളൂ ആ പെൺകുട്ടി പറഞ്ഞോളൂ. അത് ആദർശിൻ്റെ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം. അപ്പം ഗോവിന്ദൻ പറയാണ്, ആദർശ് സമ്മതിച്ചല്ലോ ആദർശിൻ്റെ കുഞ്ഞാണെന്ന്, പിന്നെ എന്ത് പറയാനാ ഇരിക്കുന്നത്?
എന്ന് പറയാം. അപ്പം ഉടനെ തന്നെ കനകയും പറയാണ്, അത് ശരിയാ, പിന്നെ ഇനി എന്ത് പറയാനാ, അതുകൊണ്ടല്ലേ ആ കുഞ്ഞ് അവിടെ സുരക്ഷിതമായിട്ട് നിൽക്കുന്നത്. അബിയുടെ കുഞ്ഞാണെങ്കിൽ അവിടെ നിർത്തുമെന്ന് ചോദിക്കുക. അപ്പം നയന പറയാണ്, നിർത്തും, അബിയുടെ കുഞ്ഞ് തന്നെയാണിത്. അമ്മ ഈ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കിക്കേ. ഇതവിടെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, മുത്തശ്ശനും അറിയാം. പിന്നെ നവ്യേച്ചിയുടെ ജീവിതം ഓർത്തിട്ടാണ് അബിയെക്കുറിച്ച് ഇപ്പം ഇങ്ങനൊരു കാര്യം വ്യക്തമാക്കാത്തത്. അബി തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ. അല്ലേലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന അബിയാണെന്ന് അവിടെ എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ നവ്യേച്ചി പ്രസവിച്ച് കുഞ്ഞുമായിട്ട് വരുമ്പം ഇങ്ങനൊരു വാർത്ത കേട്ടാൽ നവ്യേച്ചി തകർന്നു പോയില്ലേ? അതുകൊണ്ടാണ് ആരും ഇത് പറയാതെ ഇരുന്നത്. ആദർശേട്ടൻ അത് തലയിലേക്ക് ഏറ്റെടുത്തത്. ഇതിപ്പോൾ നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇതിനി നവ്യേച്ചിയോട് പറയാനോ അബിയെ ചോദ്യം ചെയ്യാനോ ഒന്നും നിങ്ങൾ പോകണ്ടെന്ന് പറയാം. അപ്പം അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ ഗോവിന്ദനും കനകയും. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇതൊക്കെ സത്യമാണെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അബി അങ്ങനെ ഒരു തെറ്റ് ചെയ്താ ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ആദർശിനടുത്തോളം വിഷമമൊന്നും ഞങ്ങൾക്ക് വരില്ല എന്ന് അവർ പറയുകയാണ് കേട്ടോ. അങ്ങനെ ദേവയാനിയും നയനയും കൂടി ഈ ടെസ്റ്റ് റിസൾട്ടും റിപ്പോർട്ടും എല്ലാം അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. കനകയ്ക്കും ഗോവിന്ദനും ഒരു കുറച്ച് സമാധാനമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്